അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സെബാസ്റ്റ്യൻ ഇസ്ലാമുമായി ബന്ധപ്പെട്ട 6 ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുകയുണ്ടായി. അതിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ അതിന് താഴെ എപ്പോഴും ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എനിക്കെതിരെ ചെയ്തിട്ടുള്ള വീഡിയോകളെ കുറിച്ചിട്ടാണ്. അതിൽ രണ്ടാമതായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ള മുഹമ്മദ് ഈസ ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മുങ്ങി എന്നുള്ള അർത്ഥത്തിൽ കൊടുത്തിട്ടുള്ള ആ വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിലെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ചോദ്യം അദ്ദേഹം വളരെ ഗൗരവമായി നമ്മൾ അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലല്ല അതിനു മുമ്പ് ഇതിന് മറുപടി പറയണം എന്നുള്ള നിലയിൽ ചോദിച്ച ആ പ്രധാനപ്പെട്ട ചോദ്യം നമുക്കൊന്ന് കേൾക്കാം. പണ്ട് ഇഷ്ടം പോലെ ചോദിച്ചിട്ടുള്ളതാണ്, ആവർത്തിക്കുക. കാര്യം താങ്കൾ ഒളിച്ചോടി ചോദ്യം കൊണ്ട് ആവർത്തിക്കുക. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അല്ലാഹു ആണെങ്കിൽ പിന്നെ എങ്ങനെ അദ്ദേഹം സൃഷ്ടാക്കളിൽ, അതായത് ഏറ്റവും നല്ല സൃഷ്ടാക്കളിൽ ഏറ്റവും നല്ല സൃഷ്ടാവ് അല്ലാഹു ആകും? സുമർ 39-ാമത്തെ സൂറ സുമർ 62-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നത്, ക്ഷമിക്കണം, അല്ലാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാകുന്നു, അവൻ എല്ലാ വസ്തുക്കളുടെ മേലും കാര്യകർത്താവുമാകുന്നു. ഖലിഖ് കുലി ഷയീൻ എന്നാ പറയുന്നത്. ഖലിഖ് കുലി ഷയീൻ, ഖലിഖ് എന്ന് പറഞ്ഞ ഏകവചനമാണ്, ക്രിയേറ്റർ. അവൻ കുലി ഷയീൻ എന്ന് പറഞ്ഞ സകല വസ്തുക്കളുടെയും, എൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റായിരിക്കും കേട്ടോ, ഞാൻ അറബി പ്രൊനൗൺസിയേഷൻ കൃത്യമായിട്ട് പഠിക്കാൻ ഞാൻ അറബി നാട്ടിൽ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ കുലി ഷയീൻ എന്ന് പറഞ്ഞ സകല വസ്തുക്കളുടെയും ഖലിഖ് സൃഷ്ടാവാണ് അല്ലാഹു എങ്കിൽ പിന്നെ എങ്ങനെ സൃഷ്ടാക്കളിൽ ഏറ്റവും നല്ല ആളാകും? സകല വസ്തുക്കളുടെയും സൃഷ്ടാവ് അല്ലാഹു ആണെങ്കിൽ, സൃഷ്ടാക്കളിൽ ഏറ്റവും നല്ല അല്ലാഹു ആണെങ്കിൽ അല്ലാഹുവിൽ തന്നെ ബഹുത്വം ഉണ്ടാകണമല്ലോ. സൂറ അൽ മുനീമില് 23-ാമത്തെ സൂറയിൽ 14-ാമത്തെ ആയത്തിൽ പറയുന്നു, then we develop the seed into a cloth. അങ്ങനെ വിശദമായിട്ട് പറഞ്ഞു വന്നിട്ട് most blessed is Allah, the best of creators. അല്ലാഹു അഹ്സാനു അൽ ഖാലിഖ എന്നാ പറയുന്നത്, ഖലിഖ്ന എന്ന് പറയുന്നത്. അല്ലാഹു അഹ്സാനു അൽ ഖാലിഖ് എന്ന് പറയുന്നതിന് പകരം അൽ ഖലിഖ്ന എന്നാ പറയുന്നത്. ബെസ്റ്റ് ക്രിയേറ്റർ എന്നല്ല പറയുന്നത്, ബെസ്റ്റ് ഓഫ് ദി ക്രിയേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. സൃഷ്ടാക്കളിൽ ഏറ്റവും നല്ലയാളാണെന്ന് പറയുന്നു. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ് അല്ലാഹു എങ്കിൽ സൃഷ്ടാക്കളില്ലല്ലോ. എല്ലാ വസ്തുക്കളും സൃഷ്ടാവ് അല്ലാഹു, പിന്നെ സൃഷ്ടാക്കളുണ്ടെങ്കിൽ ആ സൃഷ്ടാക്കൾ അല്ലാഹുവിനകത്ത് ബഹുത്വമായിരിക്കണം. സകല വസ്തുക്കളുടെയും സൃഷ്ടാവ് അല്ലാഹു. അപ്പൊ സൃഷ്ടാക്കളുണ്ടെങ്കിൽ അതിനർത്ഥം അല്ലാഹു സൃഷ്ടാക്കളാണ്, സൃഷ്ടാവല്ലെന്ന് വരും. സകല വസ്തുക്കളുടെ സകല വസ്തുക്കളും സൃഷ്ടിച്ച സെബാസ്റ്റ്യൻ ആണെങ്കിൽ സൃഷ്ടാക്കളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? സെബാസ്റ്റ്യനകത്ത് പല ആളുകളുണ്ടാവുമെന്ന് വരും. അപ്പൊ ഈ അല്ലാഹുവിനകത്തുള്ള ആളുകൾ ആരൊക്കെയാണെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. അപ്പോൾ ഇതിൽ ഏത് വാക്യമാണ് സത്യം? ഇതിന്റെ ചോദ്യം വളരെ കൃത്യമായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് ഈ സുമർ 39-62 പറയുന്ന പോലെ എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അല്ലാഹു ആണെങ്കിൽ പിന്നെ അങ്ങനെ അദ്ദേഹം സൃഷ്ടാക്കളിൽ ഒരാൾ, അതായത് ഏറ്റവും നല്ല ഒരാൾ, സൃഷ്ടാക്കളിലെ ദ ബെസ്റ്റ് ഓഫ് ദ ക്രിയേറ്റേഴ്സിലെ അൽ ഖലിഖ്നയിലെ അഹ്സാനു, ദ ബെസ്റ്റ് ഓഫ് ദ ക്രിയേറ്റേഴ്സ് അൽ ഖലിഖ്ന, അല്ലെ ഖലിഖല്ല അൽ ഖലിഖ്ന എന്ന് പറയുന്ന അല്ലാഹു അഹ്സാനു അൽ ഖലിഖ്ന എന്ന് പറയുന്നത് പോലെ ദ ബെസ്റ്റ് ഓഫ് ദ ക്രിയേറ്റേഴ്സ് എങ്ങനെയാകും എന്നുള്ള ചോദ്യത്തിന് മുഹമ്മദ് ഈസ നമ്രശിരസ്കയായി മൗനസമ്മതമായിട്ടുള്ള മറുപടിയെങ്കിലും, അതായത് മിണ്ടാതിരുന്നാൽ ഇത് അംഗീകരിക്കുന്നു, ഈ പറയുന്ന സൂറ മുഴുവൻ തെറ്റാണ്, അല്ലാഹു സൃഷ്ടാക്കളുടെ ഒരാളാണെന്ന് ചിലയിടത്ത് പറയുന്നു, എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹു എന്ന് വേറെടുത്ത് പറയുന്നു, രണ്ടിടത്തും ഒരു വാക്കിന് തന്നെ ഏകവചനം ബഹുവചനം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് മുഴുവൻ വിവരക്കേടാണെന്ന് താങ്കൾ സമ്മതിച്ചായിട്ട് ഞങ്ങൾ വിശ്വസിക്കും. നാം മൗനം സമ്മതമായിട്ട് ഞങ്ങൾ അംഗീകരിക്കാം. അല്ലെങ്കിൽ നട്ടല്ലുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഇറക്കുമ്പോൾ ഞങ്ങൾ ചെയ്യണ പോലെ ചോദ്യം പറഞ്ഞ് താങ്കൾ പറയുന്ന ഓരോ വാക്യങ്ങളും എടുത്ത് അതിന് ഉത്തരം പറയാനുള്ള ബാധ്യത ഞങ്ങൾ എന്ന പോലെ അന്തസ്സോടെ ചെയ്യാനുള്ള കഴിവ് താങ്കൾക്കുണ്ടാകട്ടെ. അദ്ദേഹം 2 സൂറത്തുകളിൽ നിന്നാണ് ചോദ്യം ചോദിക്കുന്നത്. ഒന്ന്, അദ്ദേഹം സൂറത്ത് സുമറിലെ 62-ാമത്തെ ആയത്ത്, അതിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാകുന്നു എന്ന് കാണാം. അതേപോലെ സൂറത്ത് അൽ മുഅ്മിനൂനിൽ 14-ാമത്തെ ആയത്തിൽ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അതിൻ്റെ പരിഭാഷയിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. അഹ്സനുൽ ഖാലിഖീൻ എന്നുള്ളതിൻ്റെ വാക്കർത്ഥം നമ്മൾ ശ്രദ്ധിച്ചാൽ സൃഷ്ടാക്കളിൽ ഏറ്റവും നല്ലവനായ അള്ളാഹു. അപ്പോൾ ധാരാളം സൃഷ്ടാക്കളുണ്ട്, അതിലൊരു സൃഷ്ടാവാണ് അള്ളാഹു. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ വേറൊരു സൂറത്തിൽ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സൃഷ്ടിച്ചു. അപ്പോൾ എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു ആണോ അതോ സൃഷ്ടാക്കളിൽ ഒരാളാണോ അള്ളാഹു? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം റൈസ് ചെയ്യുക വഴി അവർ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ഒരു ആരോപണം പോലെ ഒരു 360 വിഗ്രഹങ്ങളിലോ അല്ലെങ്കിൽ ദൈവങ്ങളിലോ ഒരാളാവാം, അല്ല എങ്കിൽ നമ്മൾ തിരിച്ച് അവരോട് ചോദിക്കുന്നത് പോലെ അവരുടെ വിശ്വാസത്തിൽ 3 ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ നേരെ തിരിച്ചും ഇസ്ലാമിൽ ധാരാളം ദൈവങ്ങളില്ലേ, ആ ദൈവങ്ങളിൽ ഒരാളല്ലേ അള്ളാഹു? ഇതാണ് ആ ചോദ്യത്തിൻ്റെ മർമ്മം. അപ്പോൾ നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്.
ആദ്യമായിട്ട് നമുക്കിതിനകത്ത് അറിയേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഖാലിഖ് അഥവാ സ്രഷ്ടാവ് അല്ലെങ്കിൽ നിർമ്മിക്കുന്നവൻ എന്നുള്ള അർത്ഥം വരുന്ന ആ പദത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഖലഖ, ഈ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഏതൊക്കെ തരത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്, അതിനെ ഏത് അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അള്ളാഹു മാത്രമാണോ സൃഷ്ടിക്കുക, അതോ ഈ സൃഷ്ടി എന്ന് പറയുന്ന പദം അല്ലെങ്കിൽ ഖലഖ എന്ന് പറയുന്ന പദം മറ്റുള്ളവരുമായി ചേർത്ത് പറഞ്ഞിട്ടുണ്ടോ, മനുഷ്യർ നടത്തുന്ന നിർമ്മാണത്തെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ നിങ്ങളെ ഒരു വെബ്സൈറ്റ് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഇസ്ലാം QA എന്ന് പറയുന്ന എൻ്റെ പഠനത്തിൽ ഞാൻ കണ്ട ഒരു വെബ്സൈറ്റാണ്. അത് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഓഡിയൻസിൽ ബഹുഭൂരിപക്ഷം ആളുകളും സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും അറബി ഭാഷയുമായിട്ട് വലിയ ബന്ധമില്ലാത്ത അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഇതുപോലുള്ള ധാരാളം സംശയങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ഇസ്ലാം QAയിൽ ഒന്ന് തിരഞ്ഞു നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 70-80% ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഈ ഷെയ്ഖ് സാലിഹ് അൽ മുനജിദ് എന്ന് പറയുന്ന പണ്ഡിതൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ വെബ്സൈറ്റിൽ ഒരു ചോദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യാം ഫസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഒരാൾ ചോദിക്കുന്ന ഇതാണ്: മെനി മുസ്ലിംസ് യൂസ് ദ വേർഡ് ക്രിയേറ്റ് ഫോർ ഹ്യൂമൻ ബീങ്സ്. ധാരാളം മുസ്ലിങ്ങൾ മനുഷ്യരുമായി ബന്ധപ്പെട്ടും ക്രിയേറ്റ് അല്ലെങ്കിൽ സൃഷ്ടിക്കുക, നിർമ്മിക്കുക എന്ന പദം ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഹി ഹാസ് എ ക്രിയേറ്റീവ് മൈൻഡ്, അവനൊരു ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ട്. ഓർ ഹി ഓർ ഷീ ക്രിയേറ്റഡ് ദിസ് ഓർ ദാറ്റ്, അല്ലെങ്കിൽ അവനോ അവളോ ഇങ്ങനെ ഒരു കാര്യം നിർമ്മിച്ചു അല്ലെങ്കിൽ സൃഷ്ടിച്ചു എന്ന് പറയാറുണ്ട്. ഈവൻ സം വെരി ഗുഡ് മുസ്ലിംസ് ആർ യൂസിങ് ദിസ് വേർഡ്സ് ഇൻ ദെയർ ബുക്സ്. അതേപോലെ നല്ലവരായിട്ടുള്ള അല്ലെങ്കിൽ അറിവുള്ള മുസ്ലിങ്ങളും ഇതേപോലുള്ള കാര്യങ്ങൾ അവരുടെ പുസ്തകത്തിൽ എഴുതാറുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന് സംശയം ഇതാണ്, ഈ ചോദ്യകർത്താവ് ചോദിക്കുന്നത് ഇതാണ്: ദ ഓൺലി ക്രിയേറ്റർ ഈസ് അള്ളാഹ്. യഥാർത്ഥത്തിൽ സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ്. സോ ഈസ് ഇറ്റ് റൈറ്റ് ടു യൂസ് ദിസ് വേർഡ് ഫോർ ഹ്യൂമൻ ബീങ്സ്. അങ്ങനെയാകുമ്പോൾ ഈ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്ന ഈ പദം മനുഷ്യരുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത് ശരിയാണോ? ഇവിടെ ഷെയ്ഖ് സാലിഹ് അൽ മുനജിദ് മറുപടി പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യഥാർത്ഥത്തിൽ അള്ളാഹു തന്നെയാണ് ഏകനായ സൃഷ്ടാവ്. അതിന് അദ്ദേഹം സൂറത്ത് ഫാത്തിറിലെ 3-ാമത്തെ ആയത്ത് അദ്ദേഹം കൊണ്ടുവരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്: ബട്ട് ദ വേർഡ് ഖലഖ അല്ലെങ്കിൽ ക്രിയേറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ റെഫറൻസ് ടു അതേഴ്സ് എപ്പാർട്ട് ഫ്രം അള്ളാഹ്. അള്ളാഹുവിനെ കുറിച്ചിട്ട് അല്ലാതെ തന്നെ വേറെ മറ്റുള്ളവരെ കുറിച്ചിട്ടും അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഉദ്ധരിക്കുകയാണ്. അത് നമ്മുടെ സെബാസ്റ്റ്യൻ ഇവിടെ ഈ പറയുന്ന സൂറത്ത് അൽ മുഅ്മിനൂനിലെ 14-ാമത്തെ ആയത്താണ്. സോ ബ്ലസ്ഡ് ഈസ് അള്ളാഹ് ദ ബെസ്റ്റ് ഓഫ് ക്രിയേറ്റേഴ്സ്. സൃഷ്ടാക്കളിൽ നല്ല സൃഷ്ടാവായ അള്ളാഹു അനുഗ്രഹപൂർണ്ണനാകുന്നു എന്ന് പറയുന്ന ആ ആയത്ത് കൊണ്ടുവന്നു. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, അഥവാ ഈ ഖലഖ എന്ന് പറയുന്ന പദം മറ്റുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അഥവാ അള്ളാഹുവിനെ ചേർത്തല്ലാതെ, അള്ളാഹുവിൻ്റെ കർമ്മമായിട്ടല്ലാതെ മനുഷ്യർ ചെയ്യുന്ന, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ചെയ്യുന്ന നിർമ്മാണത്തിനും ഒക്കെ ഈ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിന് അദ്ദേഹം തെളിവ് കൊണ്ടുവരുന്നത് മുത്തഫഖുൻ അലൈഹിയിലുള്ള ഒരു ഹദീസാണ്. അതിൽ അദ്ദേഹം കൊണ്ടുവരുന്ന ഇതാണ്: രൂപമുണ്ടാക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വിഗ്രഹമുണ്ടാക്കുന്ന ആളുകളെ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് അവരെ ഹാജരാക്കുന്ന സമയത്ത് അവരോട് പറയും, ബ്രിങ് ടു ലൈഫ് ദാറ്റ് വിച്ച് യു ഹാവ് ക്രിയേറ്റഡ്. നിങ്ങൾ സൃഷ്ടിച്ചവയ്ക്ക് നിങ്ങൾ ജീവൻ കൊടുക്കുക. അഥവാ അവർ വിഗ്രഹമുണ്ടാക്കിയ ആളുകളെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയും, നിങ്ങൾ ഈ രൂപം കൊടുത്തവയ്ക്ക് നിങ്ങൾ ജീവൻ കൊടുക്കുക. വെച്ചാൽ നിങ്ങൾക്കത് കഴിയില്ല, നിങ്ങൾ വെറുതെ ഇത് ഉണ്ടാക്കിയത് ശരിയല്ല എന്നുള്ള നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുമെന്ന് പറയുന്ന ആ ഭാഗത്ത് ആ മനുഷ്യർ നടത്തിയ ഉണ്ടാക്കുന്നതിനെ അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ടാക്കുക അല്ലെങ്കിൽ പടമുണ്ടാക്കുക, രൂപമുണ്ടാക്കുക എന്നതിനെയും അവിടെ ഖലഖ അല്ലെങ്കിൽ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിച്ചത്. ഭാഷയിൽ അങ്ങനെ ഉപയോഗിക്കാം. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ് ഈ വ്യത്യാസം. ഒന്ന്, അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുകയും മനുഷ്യർ നടത്തുന്ന സൃഷ്ടിപ്പിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുകയാണ്. വെൻ ദ വേർഡ് ഖലഖ ഈസ് യൂസ്ഡ് ഇൻ റെഫറൻസ് ടു അള്ളാഹ്, അള്ളാഹുമായി ബന്ധപ്പെട്ട് അത് ഉപയോഗിക്കുമ്പോൾ ഇറ്റ് മീൻസ് ബ്രിങ്ങിങ് സംതിങ് ഇൻ ടു എക്സിസ്റ്റൻസ് ഫ്രം നത്തിങ്. എന്നുവെച്ചാൽ ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കുക, അത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അതാണ് അള്ളാഹുലേക്ക് ചേർത്ത് അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ദിസ് ഈസ് വാട്ട് നോ വൺ എൽസ് ഈസ് ഏബിൾ ടു ഡു ബിസൈഡ്സ് അള്ളാഹ്. ഈ ഒരു കാര്യമാണ് അള്ളാഹു ഒഴികെ മറ്റാർക്കും നടത്താൻ കഴിയാത്ത ആ ഖലഖ, ആ ക്രിയേഷൻ എന്ന് പറയുന്നത്. ബട്ട് വെൻ ദ വേർഡ് ഖലഖ ഈസ് യൂസ്ഡ് ഇൻ റെഫറൻസ് ടു മാൻ, എന്നാൽ ഇത് മനുഷ്യരുമായി ബന്ധപ്പെട്ടാണ് ഈ പദം ഉപയോഗിക്കുന്നതെങ്കിൽ ഇറ്റ് മീൻസ് ട്രാൻസ്ഫോമിങ് സംതിങ് ഫ്രം വൺ ഷേപ്പ് ടു അനദർ. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കാര്യങ്ങളിൽ ചെറിയ രൂപമാറ്റങ്ങൾ വരുത്തുക, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നുകൊണ്ട് അത് ചെയ്യുക എന്നുള്ള നിലയിൽ അള്ളാഹുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവരുടെ ഈ ക്രിയേഷൻ നടക്കുന്നത്. അല്ലാതെ ആ മനുഷ്യൻ്റെ സ്വന്തം കഴിവിലല്ല. എന്നാൽ അള്ളാഹു ആണെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും അള്ളാഹുവിൻ്റെ സ്വന്തം കഴിവിൽ നിന്നും അള്ളാഹു സൃഷ്ടിക്കുകയാണ്. ഇതാണ് മനുഷ്യൻ നടത്തുന്ന ഖലഖയും അതേപോലെ തന്നെ സൃഷ്ടികൾ നടത്തുന്ന ഈ ക്രിയേഷനും തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നത്, ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് റെഫറൻസ് ടു സംവൺ അതർ ദാൻ അള്ളാഹ്, അള്ളാഹു അല്ലാത്തവരെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഈ ക്രിയേറ്റ് ചെയ്തു എന്നുള്ള പദം ഉപയോഗിക്കുന്നതെങ്കിൽ, സെയിങ് ദാറ്റ് ഹി ക്രിയേറ്റ്സ് ഇൻ ദ സെൻസ് ദാറ്റ് ഹി ചേഞ്ചസ് എ തിങ് ഫ്രം വൺ ഷേപ്പ് ഇൻ ടു അനദർ,
അഥവാ ഒരു മനുഷ്യൻ നടത്തുന്ന സൃഷ്ടിപ്പിൻ്റെ ആ അർത്ഥത്തിലാണ് അത് പറയുന്നതെങ്കിൽ ദെൻ ദിസ് ഈസ് കറക്റ്റ്, അത് ശരിയാണ്, ആ ഉപയോഗം കുഴപ്പമില്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് റെഫറൻസ് ടു സംവൺ അതർ ദാൻ അള്ളാഹ്, സെയിങ് ദാറ്റ് ഹി ക്രിയേറ്റ്സ് ഇൻ ദ സെൻസ് ദാറ്റ് ഹി ബ്രിങ്സ് സംതിങ് ഇൻ ടു എക്സിസ്റ്റൻസ് ഫ്രം നത്തിങ്, ദെൻ ദിസ് ഈസ് നോട്ട് പെർമിസിബിൾ. എന്നാൽ അള്ളാഹു സൃഷ്ടിച്ചതുപോലെയാണ് ഈ മനുഷ്യൻ സൃഷ്ടിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ മനുഷ്യനുമായി ചേർത്ത് സൃഷ്ടി എന്ന പദം ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഉപയോഗം തെറ്റാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഈ സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വിശദീകരണം. ഞാൻ അത് തന്നെ വായിക്കാനുള്ള കാര്യം, നിങ്ങൾക്ക് ഈ സൈറ്റിനെ ഒന്ന് പരിചയപ്പെടുത്താനും നാളെ മറ്റു ചോദ്യങ്ങൾ വരുമ്പോൾ ആദ്യം നിങ്ങൾക്ക് അതിലേക്കൊന്ന് കയറി നോക്കാൻ, ഈ സെബാസ്റ്റ്യൻ ആണെങ്കിൽ തന്നെയും ഈ സൈറ്റിലേക്കൊന്ന് കയറിപ്പോയി ഒന്ന് നോക്കി ആദ്യം എൻ്റെ ചോദ്യത്തിൽ കഴമ്പുണ്ടോ എന്നൊന്ന് പരിശോധിച്ചിട്ട് ചോദിച്ചാലും കുറേ ചോദ്യങ്ങൾ ഒഴിവാക്കി ആവശ്യമുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഈ സൈറ്റ് നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ആ വിഷയത്തിലേക്ക് കിടക്കുന്നത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിലെ 49-ാമത്തെ ആയത്തിൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം കളിമണ്ണ് കൊണ്ട് രൂപമുണ്ടാക്കുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അതിലേക്ക് ജീവൻ നൽകുകയും ചെയ്തു എന്ന് പറയുന്ന ഭാഗത്തും ആ കളിമണ്ണ് കൊണ്ട് ഒരു ആകൃതി അല്ലെങ്കിൽ ഒരു രൂപമുണ്ടാക്കി എന്ന് പറയുന്ന സ്ഥലത്തും ഖലക എന്ന പ്രയോഗമുണ്ട്. അത് മനുഷ്യർ നടത്തുന്ന സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതാണ്. സൂറത്ത് അൻകബൂത്തിലെ 17-ാമത്തെ ആയത്തിൽ നിങ്ങൾ അള്ളാഹുവിന് പുറമെ ചില വിഗ്രഹങ്ങളെ ആരാധിക്കുകയും കള്ളം കെട്ടിയുണ്ടാക്കുക അല്ലെങ്കിൽ കള്ളം ചമയ്ക്കുക, വ്യാജമുണ്ടാക്കുക എന്ന് പറയുന്ന സ്ഥലത്തും അവിടെയും ഇതേപോലെ തന്നെ ഖലക എന്ന പ്രയോഗം തന്നെയാണ് അവിടെ നടത്തിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ സൃഷ്ടി എന്ന് പറയുന്ന പദം മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടും പറയും, അതേപോലെ തന്നെ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് പറയും. ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അത് ഏതുപോലെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയുമല്ലോ, നമ്മൾ ഒരാൾ വീട് നിർമ്മിച്ചു, ഒരാൾ ഒരു സിനിമ നിർമ്മിച്ചു, ഒരാൾ ഒരു കമ്പനി നിർമ്മിച്ചു, ഇങ്ങനെ നമ്മൾ നിർമ്മിച്ചു എന്ന് പറയും. എന്നാൽ നമ്മൾ പറയുകയാണ് ദൈവമാണ് സകലവും നിർമ്മിച്ചവൻ എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം ദൈവം നിർമ്മിച്ചു എന്ന് പറയുന്ന അർത്ഥത്തിലല്ല ഒരാൾ വീട് നിർമ്മിച്ചു അല്ലെങ്കിൽ കമ്പനി നിർമ്മിച്ചു എന്നൊക്കെ പറയുക. അത് ആ വ്യത്യാസമൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളിനി ബൈബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എബ്രായ ലേഖനം 3:4 കാണാം, ഓരോ വീടിനും ഒരു നിർമ്മാതാവ് ഉണ്ടല്ലോ, എന്നാൽ സകലത്തിൻ്റെ നിർമ്മാതാവ് ദൈവമാണ്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഓരോ വീടിനും ഒരു നിർമ്മാതാവുണ്ട്. ആ പറയുന്ന വാക്കിന് വിരുദ്ധമല്ല, എന്നാൽ സകലത്തിൻ്റെ നിർമ്മാതാവ് ദൈവമാണ് എന്ന് പറയുന്നത്. കാരണം ദൈവം നിർമ്മിക്കുന്നത് പോലെ അല്ല മനുഷ്യൻ നിർമ്മിക്കുന്നത്. അപ്പോൾ ദൈവം മാത്രമാണ് നിർമ്മിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാകാത്ത ആളുകളുണ്ട് എങ്കിൽ ഒരു ബ്രാക്കറ്റൂടെ കൊടുത്തിട്ട് ഇന്ന അർത്ഥത്തിൽ ഏതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുക, സ്വന്തം കഴിവിൽ നിന്ന് സൃഷ്ടിക്കുക എന്ന അർത്ഥമാണ് അവിടെ കൊടുക്കുന്നതെന്ന് ഇത് മനസ്സിലാകാത്ത ആളുകളുണ്ടെങ്കിൽ ഒരു ബ്രാക്കറ്റ് ഇട്ട് നമ്മളത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതല്ലാതെ പദങ്ങൾ വേറെ ഉപയോഗിക്കേണ്ടതില്ല. അത് ബൈബിളിലും അതേപോലെ തന്നെ സമാനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ചോദ്യം സെബാസ്റ്റ്യൻ ചോദിക്കാനുള്ള കാര്യം, അത് സെബാസ്റ്റ്യൻ ഖുർആൻ വായിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു സംശയമല്ല, അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ രീതിയിലുള്ളൊരു വ്യത്യാസമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ബൈബിൾ വായിച്ചപ്പോൾ കണ്ടു ഞാനല്ലാതെ വേറൊരു ഏലില്ല. അപ്പോൾ അദ്ദേഹം കരുതി ഈ ഏൽ എന്ന് പറയുന്ന ഒരു പദം സത്യദൈവത്തിനല്ലാതെ വേറെ എവിടെയും ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആശയമൊക്കെ രൂപീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഏൽ ഞാനല്ലാതെ വേറൊരു ഏലില്ല എന്ന് പറഞ്ഞാൽ വ്യാജ ദൈവങ്ങൾക്ക് പോലും ഏൽ എന്ന പദം ഉപയോഗിക്കുകയില്ല. ഏൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു യുണീക്കായിട്ട് സത്യദൈവത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു പദമാണ് എന്ന് അദ്ദേഹം ഒരു ക്ലെയിം നടത്തി. ഏൽ എന്ന ഒരു സിംഗുലർ പ്രയോഗം ബൈബിളിൽ ഒരു സ്ഥലത്തും വിജാതീയ ദൈവങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല. വിജാതീയ ദൈവങ്ങളെ കുറിച്ച് അങ്ങനെ മെൻഷൻ പോലും അങ്ങനെ ചെയ്യുന്നില്ലെന്നുള്ള സത്യം. ഒരു സ്ഥലത്തും വിജാതീയ ദൈവങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല. വിജാതീയ ദൈവങ്ങളെ കുറിച്ച് അങ്ങനെ മെൻഷൻ പോലും അങ്ങനെ ചെയ്യുന്നില്ലെന്നുള്ള സത്യം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആ വിഷയം പരിശോധിച്ചിട്ട് അദ്ദേഹത്തിന് നമ്മൾ ധാരാളം തെളിവുകളിലൂടെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അവിടെ ഏൽ എന്ന് ഞാനല്ലാതെ ഒരു ഏൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ പറയപ്പെടുന്ന ഏൽ എന്ന് പറഞ്ഞാൽ സത്യദൈവത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്ന ആ അർത്ഥത്തിലാണ്. എന്നാൽ ബൈബിളിനകത്ത് വ്യാജദൈവങ്ങൾക്കും ഏലെന്ന് പറഞ്ഞിട്ടുണ്ട്, വിഗ്രഹങ്ങൾക്കും ഏലെന്ന് പറഞ്ഞിട്ടുണ്ട്, വിജാതിയർ ആരാധിക്കുന്ന ഏല് വേറെയുണ്ട്. അപ്പോൾ അവിടെ ഏല എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ അപ്പം ഈ വാക്യത്തിന് വിരുദ്ധമല്ല ആ വാക്യം. ഞാനല്ലാതെ വേറൊരു ഏലില്ല എന്ന് പറഞ്ഞാൽ അത് ഏലില്ല, അത് ശരി തന്നെയാണ്. എന്നാൽ ഇവിടെ ഏലുണ്ടെന്ന് പറയുന്നതും ശരിയാണ്. അത് ആ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചത്, സത്യദൈവം എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് വൈരുദ്ധ്യമുണ്ടെന്ന് പറയും. എന്നാൽ സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം സെബാസ്റ്റ്യൻ ഒരു വാക്യം കൊണ്ട് ബാക്കി മുഴുവൻ കാര്യങ്ങളെ അടച്ചു വെക്കാനാണ് ശ്രമിച്ചത്. അതേപോലെ തന്നെ അദ്ദേഹം വേറൊരു രസകരമായൊരു വാദം ഉന്നയിച്ചു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, സർവ്വവ്യാപിയായിട്ടൊരു ഏല് നിൽക്കെ തന്നെ ഒരു എലോഹീം വന്ന് നിൽക്കുന്നു. ആ എലോഹീമിന് ദൂതന്മാരുടെ രൂപമാണ്. അപ്പോൾ അദ്ദേഹം ഒരു വാക്യം കണ്ടു, ഞാനല്ലാതെ ഒരു ഏലില്ല. രണ്ടാമതൊരു വാക്യം കണ്ടു, ഞാൻ എലോഹീം എന്നെ പോലെ മറ്റൊരുത്തനില്ല. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം പുതിയൊരു സിദ്ധാന്തം കണ്ടുപിടിച്ചു.
ഇവിടെ ഒരു വലിയ വ്യത്യാസം കിടപ്പുണ്ട്. അതിനകത്തൊരു വളരെ ഒരു മാസ്ക് ചെയ്യപ്പെട്ട ഒരു മിസ്റ്ററി ഇപ്പോൾ റിവീൽഡ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വലിയൊരു കാര്യം പോലെ അദ്ദേഹം പറഞ്ഞു. കണ്ടോ, ഏൽ എന്ന് പറഞ്ഞാൽ സത്യദൈവത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഞാനല്ലാതെ വേറൊരു ഏലില്ല എന്ന് പറയാം. എന്നാൽ എലോഹീമായിട്ടുള്ള ഈ ദൂതരൂപത്തിൽ നിൽക്കുന്ന ദൈവത്തിന് ഞാനല്ലാതെ ഒരു എലോഹീം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്തേ പറയാൻ പറ്റുള്ളൂ? എന്നെപ്പോലൊരു എലോഹീം ഇല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല. അദ്ദേഹം അത് ഒരു വാക്യം കണ്ടിട്ട് അങ്ങനെ മൊത്തത്തിൽ തീരുമാനിക്കാൻ വരട്ടെ. കാരണം ബൈബിളിനകത്ത് തന്നെ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറയുന്ന ഭാഗത്ത് ഞാനല്ലാതെ എലോഹീം നിങ്ങൾക്കുണ്ടാകരുത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിനകത്ത് യെശയ്യാവിൻ്റെ പുസ്തകം 44:6 ഞാനല്ലാതെ ഒരു എലോഹീം ഇല്ല. കാരണം എന്താ? ബൈബിളിനകത്ത് എലോഹീം എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടി അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ആ ഭാഗത്ത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്, അല്ലാതെ ദൂതന്മാരായിട്ടുള്ള എലോഹീമിനെ കുറിച്ചിട്ടൊന്നും അവിടെ ചർച്ചയില്ല. അപ്പം ഞാനല്ലാതെ ഒരു എലോഹീം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സത്യദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ് എലോഹീം എന്ന് പറഞ്ഞ പദം. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ എലോഹീം എന്ന് ബൈബിൾ വിളിച്ച മനുഷ്യരുണ്ട്, ദൂതന്മാരുണ്ട്, അതൊക്കെ എലോഹീമായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ആ സമയത്ത് ഇവിടെ ഞാനല്ലാതെ ഒരു എലോഹീം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സത്യദൈവത്തിനാണ്. അപ്പോൾ ഒരു വാക്ക് തന്നെ വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ഒരു അർത്ഥത്തിൽ പറയാണ് ഇതല്ലാതെ മറ്റൊന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഈ അർത്ഥത്തിലാണ് അത് പറഞ്ഞത്, മറ്റേ അർത്ഥത്തിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ വേറൊരു വാക്യവും ഇത് സംബന്ധമായി ഇല്ല എന്നുള്ള പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി പിന്നെ അതിനുവേണ്ടി കോലാഹലങ്ങൾ നടത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. അതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അതേപോലെ ഏൽ എന്ന് പറഞ്ഞാൽ മറ്റാർക്കും ഉപയോഗിക്കില്ല എന്ന് പറയുന്ന സെബാസ്റ്റ്യൻ തന്നെ പറഞ്ഞു എലിം എന്ന് ഉപയോഗിക്കാം, അത് മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിക്കാം. എന്താണ് ഈ എലിം? എലിം എന്ന് പറഞ്ഞാൽ ഏലുകൾ, ഒന്നിലധികം ഏലിനെയാണ് എലിം എന്ന് പറയുക. അപ്പോൾ അത് മനുഷ്യർക്ക് വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഒരു കൂട്ടം മനുഷ്യർ എലിമാണെങ്കിൽ അതിലെ ഒരാൾ ഏലല്ലേ? ഇതുമേലാണ് 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 ഇങ്ങനെ കുറേ ഏലുകൾ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്നു എലിം. അല്ലാതെ ഇത് ആരും സ്വന്തം നിൽക്കുമ്പോൾ ഏലല്ലെങ്കിൽ പിന്നെ എലിമെന്ന് എങ്ങനെ പറയുക? അപ്പോൾ സെബാസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട് അത് മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ അത് എലിമെന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ എലിമെന്ന് ഒരു കൂട്ടത്തിന് ഉപയോഗിക്കാമെങ്കിൽ അതിൽ ഒന്ന് ഏലല്ലേ? ചക്കകൾ എന്ന് നമുക്ക് പറയാമെങ്കിൽ അതിലൊന്ന് ചക്കയല്ലേ? അതിൽ ഓരോന്നും ചക്ക ആയതുകൊണ്ടല്ലേ ചക്കകളെന്ന് അതിനെ പറയാൻ പറ്റുള്ളൂ അല്ലേ? എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ സെബാസ്റ്റ്യൻ പുതിയ പുതിയ വാദങ്ങൾ ഉയർത്തുകയാണ് ചെയ്തത്. അതേപോലെ ബൈബിളിനകത്ത് ധാരാളം വാക്യങ്ങൾ കാണാം. യേശുക്രിസ്തു തന്നെ പറയുന്നത് കാണാം, ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്, നിങ്ങളുടെ പിതാവ് ഒരുവൻ മാത്രം സ്വർഗസ്ഥൻ. എന്ന് വെച്ചാൽ ദൈവത്തിനെ മാത്രമേ പിതാവെന്ന് വിളിക്കാവൂ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? സെബാസ്റ്റ്യൻ ഇത് വായിച്ചിട്ട് പറയുമോ ഭൂമിയിലുള്ള ആരെയും പിതാവെന്ന് വിളിക്കരുത്, പിതാവെന്ന് വിളിച്ചാൽ തെറ്റാന്ന് പറയാൻ പറ്റുമോ? കാരണം സെബാസ്റ്റ്യൻ തന്നെ പറയുന്നത് എൻ്റെ പിതാവ് പുന്നക്കൽ ഫിലിപ്പ് അവിടെ നിൽക്കുന്നുണ്ട് എന്ന് ആ കൺവെൻഷനിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഇദ്ദേഹം തന്നെ പിതാവെന്ന് വിളിച്ചില്ലേ? അപ്പോൾ ഈ അർത്ഥത്തിൽ ആണോ പിതാവെന്ന് വിളിക്കേണ്ടെന്ന് ഇവിടെ പറഞ്ഞത്? അല്ല, ദൈവം എന്നുള്ള അർത്ഥം. അപ്പോൾ പദം ഒന്നേ ഉള്ളൂ, പിതാവ് എന്നതാണ് പദം. ആ പദം ദൈവത്തിനെ അല്ലാതെ വിളിക്കരുത് എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ വിളിക്കരുത് എന്ന് സാധാരണക്കാരൻ അത് മനസ്സിലാക്കും. അതിലും നിലവാരം കുറഞ്ഞ ആളുകളാണെങ്കിൽ നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ പിതാവെന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അതേപോലെ ബൈബിളിൽ 1 കൊരിന്ത്യർ 4:15 പൗലോസ് പറഞ്ഞ കാണാം, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. എന്നുവെച്ചാൽ പിതാക്കന്മാർ കുറേ ഇല്ല, പിന്നെ ആരേ ഉള്ളൂ പിതാവായിട്ട്? ക്രിസ്തു യേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് പൗലോസ് ആറ് വിശ്വാസികളുടെ അല്ലെങ്കിൽ അദ്ദേഹം വഴി വിശ്വസിച്ച ആളുകളുടെ പിതാവാണ്. ആ പിതാവ് ഏതാണ്? ആ പിതാവിൻ്റെ അർത്ഥം ആത്മീയ അർത്ഥത്തിലുള്ള പിതാവാണ്. ഇവിടെ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, മത്തായി 23:9 പറയുന്ന ആരെയും ഭൂമിയിൽ പിതാവെന്ന് പേർ വിളിക്കരുത് എന്ന് പറഞ്ഞതിന് വിരുദ്ധമല്ല ഇത്. അതേപോലെ തന്നെ യേശു ക്രിസ്തു തന്നെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം എന്ന് പറയുന്നതും അബ്രഹാം പിതാവ് എന്ന് പറയുന്നത് കാണാം. അതേപോലെ തന്നെ അവിശ്വാസികളെ കുറിച്ചിട്ട് യേശു ക്രിസ്തു പറയുന്നു പിശാചാണ് നിങ്ങളുടെ പിതാവ്. അപ്പോൾ പിതാവെന്ന് പറയരുതെന്ന് പറഞ്ഞ യേശു തന്നെ അവരുടെ അടുക്കൽ പറയുകയാണ് നിങ്ങളുടെ പിതാവ് പിശാചാണ്. അപ്പോൾ യേശുക്രിസ്തു തന്നെ യേശുക്രിസ്തു പറഞ്ഞതിന് വിരുദ്ധം പറഞ്ഞു എന്ന് നമ്മൾ പറയുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് കാര്യങ്ങളെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ പറയും ഇവിടെ പിതാവെന്ന് പറഞ്ഞിരിക്കുന്നത് വേറെ ആരെയും വിളിക്കരുതെന്ന് പറഞ്ഞ പിതാവ് അത് ദൈവത്തെക്കുറിച്ച് നമ്മൾ വിളിക്കുന്ന അർത്ഥത്തിൽ, ഇവിടെ വിളിച്ചത് ഈ അർത്ഥത്തിൽ, പൗലോസ് പറഞ്ഞത് ഈ അർത്ഥത്തിൽ, ഇങ്ങനെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ന്യായപ്രമാണത്തിൻ്റെ നിയമം എടുത്തു പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു പറയുന്നു മാതാപിതാക്കളെ അനുസരിക്കണം, അപ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം. അവിടെ പറഞ്ഞ മാതാവും പിതാവും ഏതാ? ഈ യേശുക്രിസ്തു വിളിക്കരുതെന്ന് പറഞ്ഞ പിതാവാണോ? അല്ല. ഇവിടെ പിതാവെന്ന് പറഞ്ഞിരിക്കുന്ന പദത്തിൻ്റെ അർത്ഥം വേറെയാണ്.
അപ്പോൾ നമ്മളൊരു പദത്തിൽ നിന്നുകൊണ്ട് നമ്മളൊരു ബാക്കി എല്ലാത്തിനെ നിഷേധിക്കുകയല്ല ചെയ്യേണ്ടത്. ഓരോ പദത്തിനും ഓരോ സ്ഥലത്ത് ഏതർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അപ്പോൾ ഈ ഒരു അടിസ്ഥാന കാര്യം മനസ്സിലാകാതെ നമ്മൾ ഖുർആനോ ബൈബിളോ അല്ലെങ്കിൽ ഏത് പുസ്തകം വായിച്ചാലും നമുക്ക് ധാരാളം സംശയങ്ങളുണ്ടാവും. അതൊക്കെ ആ പുസ്തകത്തിൻ്റെ കുഴപ്പമല്ല, നേരെ മറിച്ച് നമ്മുടെ ഒരു കുഴപ്പമാണ്, നമ്മുടെ പരിമിതിയാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. മത്തായിയുടെ സുവിശേഷം 5:22 യേശുക്രിസ്തു പറയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഇവിടെ യേശുക്രിസ്തു പറയുന്നത് മൂഢ എന്ന് വിളിച്ചാൽ അവൻ നരകത്തിന് യോഗ്യനാണ്. എന്നാൽ ഇതേ യേശുക്രിസ്തു തന്നെ പറയുന്നു, മത്തായിയുടെ സുവിശേഷം 23:17 പറയാണ്, മൂഢന്മാരും കുരുടന്മാരുമായുള്ളവരെ ഏതു വലിയത്, സ്വർണമോ സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ? മൂഢന്മാരെന്ന സഹോദരന്മാരെ വിളിച്ചാൽ അവ നരകത്തിൽ പോകുമെന്ന് പറയുന്ന അതേ യേശുക്രിസ്തു തന്നെ വേറൊരു അധ്യായത്തിൽ യേശുക്രിസ്തു ജനങ്ങളെ മൂഢന്മാരെന്ന് വിളിക്കുകയാണ്. അപ്പോൾ മൂഢന്മാരെന്ന് യേശു വിളിച്ചതിൻ്റെ പേരിൽ യേശുവിൻ്റെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു നരകത്തിൽ പോകുമെന്ന് അർത്ഥം കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ അനിൽകുമാർ അയ്യപ്പനൊക്കെ അങ്ങനെ അർത്ഥം വെക്കാറുണ്ട്. എങ്ങനെ? ഖുർആനിലെ ഒരു ആയത്തെടുക്കുക, അല്ലെങ്കിൽ റസൂലിൻ്റെ ഒരു ഹദീസ് എടുക്കുക, എന്നിട്ട് അത് റസൂൽ അതിന് വിരുദ്ധമായി ചെയ്തു, അതുകൊണ്ട് ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ റസൂൽ അല്ലാന്നും മുസ്ലിം അല്ലാന്നും ഒക്കെ തെളിയിക്കാൻ വേണ്ടി പാടുപെടുക. യഥാർത്ഥത്തിൽ ഈ ആയത്ത് എന്താണെന്ന് വിശദീകരിക്കേണ്ടതും അത് നിർബന്ധമായതാണോ, അത് ഐച്ഛികമായതാണോ, അത് ആ നിയമം ഇപ്പോഴുണ്ടോ, അത് മുമ്പുണ്ടായിരുന്നതാണോ, അല്ലെങ്കിൽ അത് ഏതർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്, അത് കൽപ്പനയായിട്ടാണോ, ഇങ്ങനെയെല്ലാം മനസ്സിലാക്കുന്നത് എവിടെ നിന്നാണ്? റസൂലിൽ നിന്നാണ്. പ്രവാചകൻ്റെ അധ്യാപനത്തിൽ നിന്നും പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ലൂക്കോസിലെ സുവിശേഷം 24:25 യേശുക്രിസ്തു പറയുന്നത് കാണാം, അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പോൾ യേശുക്രിസ്തു അവിടെ ആളുകളെ മൂഢന്മാരെന്ന് വിളിക്കുന്ന പോലെ തന്നെ മന്ദബുദ്ധികളെ എന്ന് വിളിച്ചിരിക്കുകയാണ്. ഒരാൾ ഈ വാക്യം എടുത്തിട്ട്, കണ്ടോ യേശുക്രിസ്തു പഠിപ്പിച്ച വാക്യത്തിന് വിരുദ്ധമായി യേശുക്രിസ്തു തന്നെ പറഞ്ഞതുകൊണ്ട് യേശുക്രിസ്തു നരകത്തിൽ പോകുന്ന ആരെങ്കിലും പറയുമോ? ഇല്ല. ഇവിടെയൊക്കെ നമ്മൾ അവധാനതയോടുകൂടി ഓരോ സ്ഥലത്തും അത് ഏത് അർത്ഥത്തിൽ ഉപയോഗിച്ചു എന്നും ആരെയാണ് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതെന്നും ചിലരെ വിളിക്കേണ്ടി വരുമെന്നും ഒക്കെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കാതെ ഒരു വാക്യം എടുത്ത് അതിൽ തന്നെ കടിച്ചു തൂങ്ങി ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ബാക്കി എല്ലാ വാക്യങ്ങളുടെ മേളിലും കുതിര കയറാനോ അടിച്ചമർത്താനോ ശ്രമിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വിമർശനം ഉന്നയിച്ചാൽ വിമർശകൻ്റെ നിലവാരത്തകർച്ച ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ളതല്ല, അത് പ്രത്യേകിച്ച് അതുകൊണ്ട് യാതൊരു നേട്ടവും ആൾക്കും ഉണ്ടാകുകയില്ല. അതേപോലെ തന്നെ ബൈബിളിനകത്ത് ചില സ്ഥലത്ത് കാണാം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറയുന്നു. അതെവിടെ? ഗലാത്യ ലേഖനം 5:21 കാണാം. എന്നാൽ ബൈബിളിനകത്ത് വേറെ നിയമത്തിൽ കാണാം, ദശാംശ കാശ് കൊണ്ട് മദ്യം ഉപയോഗിക്കാമെന്ന് പറയുന്ന ഭാഗവും ആവർത്തന പുസ്തകം 14:26 കാണാം. അപ്പോൾ ഒരേ ദൈവം തന്നെയാണ് ഇത് പറയുന്നത്. അപ്പം ഈ സർക്കംസ്റ്റൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ വ്യത്യാസം, അല്ലെങ്കിൽ ഏത് സമയത്ത് അത് അനുവദനീയമാണ്, ഏത് സമയത്ത് അത് പറ്റില്ല എന്ന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കേണ്ടി വരും. അതേപോലെ തന്നെ നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളിലേക്ക് നോക്കിയാൽ കൊല്ലണമെന്ന് പറയുന്ന നിയമമുണ്ട്, കൊല ചെയ്യരുതെന്ന് പറയുന്ന നിയമവുമുണ്ട്. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രാഡിക്ഷൻ അല്ല, അത് രണ്ടും വ്യത്യസ്ത സാഹചര്യത്തിലാണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇതാണ്ട് ബൈബിളിലെ ഇന്ന വാക്യത്തിൽ പറയുന്നു കൊല ചെയ്യരുത്, ഈ വാക്യത്തിൽ പറയുന്നു കൊല്ലാൻ പറയുന്നു, കണ്ടോ വൈരുദ്ധ്യമാണ്, മുഴുവൻ വൈരുദ്ധ്യമാണെന്ന് പറയാം. ഇത് പറഞ്ഞാൽ വിവരമുള്ള ആളുകളുടെ മുമ്പിൽ വലിയ മണ്ടത്തരമായി പോകുമെന്നല്ലാതെ ഇതൊന്നും ഒരു വൈരുദ്ധ്യമായിട്ട് ആരും കാണില്ല. ആ സർക്കംസ്റ്റൻസ് രണ്ടും രണ്ട് സാഹചര്യത്തിലാണ്. ഒന്ന് സാധാരണക്കാർക്കുള്ള നിയമമാണ്, ഒന്ന് നിയമം നടപ്പിലാക്കുന്നവർക്കുമുള്ള നിയമമാണ് എന്നുള്ള വേർതിരിവ് നമ്മൾ അടിസ്ഥാനപരമായി ആ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ ന്യായപ്രമാണത്തിൽ യുദ്ധസമയത്ത് പുരുഷന്മാരെ കൊല്ലണമെന്നും സ്ത്രീകളെയും കുട്ടികളെയും നിങ്ങൾക്ക് തടവുകാരായി സ്വീകരിക്കാമെന്നും പറയുന്ന ഭാഗം കാണാം. എന്നാൽ മറ്റൊരു സന്ദർഭത്തിൽ യുദ്ധം കഴിഞ്ഞപ്പോൾ മോശപ്രവാചകൻ അവിടുത്തെ സ്ത്രീകളെ മുഴുവൻ കൊല്ലിച്ചതും കാണാം. അപ്പോൾ ഇത് തമ്മിൽ വൈരുദ്ധ്യമാണ്. അല്ലെങ്കിൽ മോശപ്രവാചകൻ ലഭിച്ച നിയമത്തിന് വിരുദ്ധമായി മോശ തന്നെ പ്രവർത്തിച്ചു. മോശ അതുകൊണ്ട് പ്രവാചകനല്ല, മോശ ദൈവത്തിൻ്റെ നിയമം ലംഘിച്ചവനാണ്, അതുകൊണ്ട് മോശപ്രവാചകനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് പറയാം. അങ്ങനെ പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായില്ല എന്നല്ലാതെ ഈ വിഷയത്തിൽ അദ്ദേഹം കാമ്പുള്ള ഒരു വിമർശനമോ അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയെന്നോ വിവരമുള്ള ആളുകൾ പറയുകയില്ല. അപ്പോൾ ബൈബിളിൽ ഒരു വാക്കുകൊണ്ട് തന്നെ വിവിധ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ പിതാവെന്ന് മറ്റാരെയും വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ വിളിക്കരുതെന്നാണ് അർത്ഥം.
ഏൽ ഇതല്ലാതെ വേറൊന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഏൽ എന്ന് ഉപയോഗിച്ച അർത്ഥത്തിൽ വേറൊന്നില്ല എന്ന് അതിൻ്റെ അർത്ഥം. എലോഹിം വേറൊന്നില്ല എന്ന് പറഞ്ഞാൽ വേറൊന്നിനെയും എലോഹിം എന്ന് വിളിച്ചിട്ടില്ല, വേറൊന്നിനെ ഏൽ എന്ന് വിളിച്ചിട്ടില്ല, വേറൊന്നിനെയും പിതാവെന്ന് വിളിച്ചിട്ടില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഉപയോഗിച്ച അർത്ഥത്തിൽ വേറെ എങ്ങും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്നതുപോലെ ഭവനം നിർമ്മിക്കുന്നവർ ധാരാളമുണ്ട്, എന്നാൽ എല്ലാം നിർമ്മിച്ചത് ദൈവമാണെന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക എന്നുള്ള അർത്ഥത്തിൽ, ദൈവത്തെക്കുറിച്ച് പറയുന്ന അർത്ഥത്തിൽ ദൈവമല്ലാതെ മറ്റാരും നിർമ്മിക്കുന്നില്ല. എന്നാൽ മനുഷ്യന്മാർ ഭവനങ്ങൾ നിർമ്മിക്കാറുണ്ട്. അതും ഇതും തമ്മിൽ യാതൊരു തരത്തിലുള്ള കോൺട്രാഡിക്ഷനുള്ള വിഷയമല്ല. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ കാണുന്ന അള്ളാഹു മാത്രമാണ് സൃഷ്ടാവെന്ന് പറയുന്നതും അള്ളാഹു സൃഷ്ടാക്കളിൽ ഏറ്റവും നല്ല സൃഷ്ടാവാണെന്ന് പറയുന്നതും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. ഇവിടെ സൃഷ്ടാക്കൾ എന്ന ബഹുവചന രൂപത്തിൽ ധാരാളം ആളുകളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് മനുഷ്യരായിട്ടുള്ള സൃഷ്ടാക്കളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവർ നിർമ്മിക്കുന്നവരെ കുറിച്ചിട്ടാണ്, അവർ നിർമ്മിച്ചതിനെ കുറിച്ചിട്ടാണ് എന്ന് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് രണ്ടാമതായിട്ട് അറിയേണ്ടത്, എന്തിനാണ് സൃഷ്ടാക്കളിൽ നല്ല സൃഷ്ടാവാണ് എന്ന് പറയുന്നത്? നേരെ മറിച്ചിട്ട് അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്നുള്ള നിലയിൽ തന്നെ പറഞ്ഞു പോയാൽ പോരെ? അല്ലെങ്കിൽ ഭാഷയിൽ ഇത് എന്തിനാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്? ഈ വിഷയം സെബാസ്റ്റ്യൻ തന്നെ ഒരു മറുപടി ആയിക്കൊണ്ട് പറയുന്നുണ്ട്. ഞാൻ സെബാസ്റ്റ്യനോട് പറഞ്ഞു, ഏൽ എന്ന് പറയുന്ന പദം അത് ബഹുവചന രൂപത്തിൽ എലിം എന്ന് ദൈവങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വ്യാജ ദൈവങ്ങളെയും എലിം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഏൽ ഓഫ് എലിം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏലുകളുടെ ദൈവം എന്നുള്ള അർത്ഥത്തിലല്ല, അത് ഭാഷയിൽ ഏൽ എന്ന് പറയുന്ന ദൈവത്തിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് അല്പം കൂടെ സുപ്രീം ഗോഡ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വിശദീകരണം നടത്തുന്നുണ്ട്. അത് നിങ്ങൾക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പൊ അതിവിശുദ്ധ സ്ഥലം, ഹോളി ഓഫ് ഹോളി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, അതിവിശുദ്ധ സ്ഥലം. അതിനെ ഹോളി ഓഫ് ഹോളി എന്നുള്ളതിനെ ഖദോഷ് എന്നല്ല പറയുക. ഹീബ്രുവിലെ ഇത് പ്രകാരം ഹക്കദോഷീം എന്നാ പറയുന്നത്. ഈ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ഖദോഷ് എന്ന് പറയുന്ന ആ വാക്കിന്റെ പ്ലൂറലാണ് ഖദോഷീം എന്ന് പറയുന്നത്. ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ, ദ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇവര് അൽ എന്ന് അറബിയിൽ പറയത്തില്ലേ, അതാണ് ഈ പറയുന്നത്. ഹീബ്രുവിൽ അല്ലാണ് ഈ ഹ, അറബിക്കിലെ അല്ലിന് പകരം ഹീബ്രു ഉള്ള ആർട്ടിക്കിളാണ് ഈ ഹ. അപ്പോൾ ഹ ഖദോഷീം എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലങ്ങളെന്ന അർത്ഥം വരിക, വിശുദ്ധ വസ്തുക്കളെന്നോ വിശുദ്ധ സ്ഥലങ്ങളെന്നോ അർത്ഥം. പക്ഷേ അവിടെ വിശുദ്ധ സ്ഥലങ്ങൾ എന്നല്ല അർത്ഥം വരിക, അവിടെ ഒരു യൂസേജ് ആണത്. ഏൽ എലീം എന്ന് പറയുന്ന പോലെ ഖദോഷീം എന്നാ പറയുന്നത്, ഹക്കദോഷീം എന്നാ പറയുന്നത്. ഇപ്പോൾ പുറപ്പാട് ദിവസം 26-33 കാണാം, കൊളുത്തുകളിൽ തിരശ്ശീല നോക്കി സാക്ഷ്യപ്പെട്ടതും തിരശ്ശീല കാത്തുകൊണ്ട് വെക്കണം. തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതാണ്. അതിവിശുദ്ധ സ്ഥലം എന്ന് പറയാൻ വേണ്ടി, ആ വിശുദ്ധിയെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഖദോഷ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലം. അതിനെ എംഫസൈസ് ചെയ്ത് പറയുകയാണ്, അതിവിശുദ്ധ സ്ഥലം എന്ന് പറയാൻ വേണ്ടി ആ ഒരു ഇതിനെ വിശുദ്ധ സ്ഥലത്തെ എംഫസൈസ് ചെയ്ത് പറയുന്നതാണ് അതിന്റെ ബഹുവചനം കൂടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇവിടെ ഏലിം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ബഹുവചന രൂപത്തിലാണെങ്കിലും അത് ആ ഏലിനെ എംഫസൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് സുപ്രീം ഗോഡാണെന്ന് പറയുന്നതിന് വേണ്ടിയാണ്. അവിടെ നമ്മൾ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു, അവിടെ ഏൽ ഓഫ് എലിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുപ്രീം ഗോഡ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. എന്നാൽ അവിടെ കമ്പയർ ചെയ്യാൻ ഉപയോഗിച്ച ഗോഡ്സ്, ഏൽ ഓഫ് എലിം എന്ന് പറയുമ്പോൾ എലിം ഇല്ല എന്ന് നിങ്ങൾ പറയരുത്, കമ്പയർ ചെയ്യുന്ന കാര്യങ്ങളും അവിടെ ഉണ്ട്, അത് നിങ്ങളെ ബൈബിൾ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ധാരാളം ഉദ്ധരണികളിലൂടെ ഞാൻ അതിൻ്റെ ട്രാൻസ്ലേഷനും അതിൻ്റെ ഇൻ്റർലീനിയറും അതിൻ്റെ കമൻട്രിയും എല്ലാം വെച്ചുകൊണ്ട് ഞാനത് വിശദീകരിച്ചിരുന്നു. അതേപോലെ ഏൽ എന്ന് പറഞ്ഞ പദം അതിൻ്റെ നമ്പർ 410 അതിൻ്റെ ഡിക്ഷണറി നമ്പർ 410. അതിൻ്റെ ആ ഇൻഡെക്സിൽ തന്നെ ഏതൊക്കെ രൂപത്തിൽ അത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ കാണാം, അപ്ലൈ ടു മെൻ ഓഫ് മൈറ്റ് ആൻഡ് റാങ്ക്. അത് മനുഷ്യർക്ക് വേണ്ടി, വീരന്മാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിച്ചു. 2, അത് ഗോഡ്സ് ഓഫ് ദി നേഷൻസ് അഥവാ വിജാതിയരുടെ ദൈവത്തിനു വേണ്ടി അത് ഉപയോഗിച്ചു എന്ന് പറയുന്ന ഭാഗത്തെ ആദ്യത്തെ വരി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഗോഡ് ഓഫ് ഗോഡ്സ്, ഏൽ ഓഫ് എലീം, എന്നിട്ടൊരു കോമ കൊടുത്തിട്ട് കാണാം സുപ്രീം ഗോഡ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? സുപ്രീം ഗോഡ്. അതേപോലെ സോങ് ഓഫ് സോങ്സ് ഉണ്ട്, അതിൻ്റെ അർത്ഥം എന്താ? ഗീതങ്ങളുടെ ഗീതം എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും നല്ല ഗീതം. അതേപോലെ ഷബത്ത് ഓഫ് ഷബത്ത് ഉണ്ട് എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും വലിയ ഷബത്ത്. ബിഷപ്പ് ഓഫ് ബിഷപ്സ് ഉണ്ട്, അതിൻ്റെ അർത്ഥം എന്താ? ഏറ്റവും വലിയ ബിഷപ്പ്. അതേപോലെ കിങ് ഓഫ് കിങ്സ് ഉണ്ട്, ഗോഡ് ഓഫ് ഗോഡ്സ് ഉണ്ട്, ദൈവാദി ദൈവമുണ്ട്, കർത്താദി കർത്താവുണ്ട്. ഇങ്ങനെ ധാരാളം പ്രയോഗങ്ങൾ ബൈബിളിലുണ്ട്. അപ്പോൾ ഇതുവഴി ഉദ്ദേശിക്കപ്പെടുന്നത് ആ വാക്കിനെ എംഫസൈസ് ചെയ്യുകയാണ്. അതിനുവേണ്ടി പ്ലൂറൽ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ അർത്ഥം കൊടുക്കാറുണ്ട്. എന്നാൽ പ്ലൂറലായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ ഇല്ല എന്ന
സെബാസ്റ്റ്യൻ നിഷേധിച്ചതിനെയാണ് നമ്മൾ ഇല്ല, ആ കമ്പയർ ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ കമൻട്രികൾ കൊണ്ട് വിശദീകരിച്ചത്. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ സെബാസ്റ്റ്യന് സാധിച്ചിരുന്നുവെങ്കിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്തുകളുടെ ട്രാൻസ്ലേഷനുകളിൽ ഹീ ഈസ് ദ ബെസ്റ്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ സൃഷ്ടാക്കളിൽ ഏറ്റവും നല്ല സൃഷ്ടാവെന്ന് പറഞ്ഞാലും ഈ അർത്ഥത്തിലാണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അത് സൃഷ്ടാവ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻഫാലിലെ 30-ാമത്തെ ആയത്തിൽ കാണാം അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഉത്തമനാകുന്നു. അതേപോലെ തന്നെ സൂറത്ത് മായിദയിലെ 114-ാമത്തെ ആയത്തിൽ കാണാം അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു. അതേപോലെ തന്നെ സൂറത്ത് അറാഫിലെ 155-ാമത്തെ ആയത്തിൽ കാണാം അള്ളാഹു പുറത്തു കൊടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു. അതേപോലെ തന്നെ സൂറത്ത് അൻആമിലെ 57-ാമത്തെ ആയത്തിൽ കാണാം അള്ളാഹു താല തീർപ്പ് കൽപ്പിക്കുന്നവരിൽ ഉത്തമനാകുന്നു. അതേപോലെ തന്നെ സൂറത്ത് യൂസഫിലെ 80-ാമത്തെ ആയത്തിൻ്റെ അവസാനം കാണാം വഹു ഖൈറുൽ ഹാക്കിമീൻ. അതേപോലെ തന്നെ സൂറത്ത് മുഅ്മിനൂനിലെ 29-ാമത്തെ ആയത്തിൽ അള്ളാഹു ഖൈറുൽ മുൻസിലീൻ, ഇറക്കി കൊടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു. ഇങ്ങനെ വിവിധ ആയത്തുകളിൽ അള്ളാഹു ചെയ്യുന്ന ഒരു കാര്യത്തിനെ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പ്ലൂറലായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യം വളരെ നിസ്സാരമാണ്. സെബാസ്റ്റ്യൻ പരിശുദ്ധ ഖുർആനിൻ്റെ മേലിൽ ഇതൊരു ആരോപണമായി ഉന്നയിക്കുമ്പോൾ സമാന രീതിയിലുള്ള വാക്കുകളും പ്രയോഗങ്ങളും സബാൻ ഉപയോഗിക്കുന്ന ബൈബിളിലും അതിൻ്റെ ഭാഷയിലും ബൈബിളിൻ്റെ ഭാഷയിലുമുണ്ട്. ഇത് ക്രൈസ്തവ പണ്ഡിതന്മാർ തന്നെ അവരുടെ കമൻട്രിയിലും അവരുടെ ഇൻ്റർലീനിയർ കൊണ്ടും അവരുടെ ലെക്സിക്കൺ കൊണ്ടും അത് വിശദീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതൊന്നും വായിക്കാതെ സ്വന്തമായിട്ടൊരു വാക്യം വായിക്കുക, എന്നിട്ട് അതിൽ നിന്നുകൊണ്ട് പുതിയ ആശയം കണ്ടുപിടിക്കുന്ന സെബാസ്റ്റ്യൻ അത് ബൈബിളിൻ്റെ കാര്യത്തിലും ധാരാളം ആശയക്കുഴപ്പം ഉള്ളതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനും വായിച്ചു തുടങ്ങിയപ്പോൾ അതേ അബദ്ധം ഇവിടെയും പറഞ്ഞു. കാര്യങ്ങൾ തെറ്റായി മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവേചനം ഉണ്ടാവുകയില്ല. അവർക്ക് ബൈബിളിൽ വായിച്ചാലും അവർക്ക് ആ തെറ്റ് സംഭവിക്കും, അത് ഖുർആനിൽ വായിച്ചാലും ആ തെറ്റ് സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തിരുത്തേണ്ടത് സെബാസ്റ്റ്യനാണ്. ഈ ചോദ്യം അദ്ദേഹം ഇങ്ങനെ ഉന്നയിച്ചത് കൊണ്ട് നമുക്കത് വിശദീകരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയതിന് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.